മുൻ ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീ വീണ ജോർജ്, വെൽക്കം ടു ദി ടോക്ക്. താങ്ക് യു. വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കൈകാര്യം ചെയ്യുന്ന വീണ ജോർജുമായിട്ടൊരു ടോക്കിനാണ് ഞാൻ ഇരിക്കുന്നത്. എൻ്റെ മൂവി ലേഡി വിത്ത് ദ വിങ്സ് നാളെ റിലീസാവുകയാണ്. നമ്മൾ പലപ്പോഴും കാണാൻ ട്രൈ ചെയ്തെങ്കിലും ഇപ്പോഴാണ് നിന്നൊരു അവസരം കിട്ടിയത്. ഇത്രയും ഷെഡ്യൂളെല്ലാം മാറ്റി വെച്ച് എനിക്ക് വേണ്ടി ഇത്രയും സമയം തന്നതിൽ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ ദ ടോക്ക്. ആദ്യമേ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. എല്ലാ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിൽ എനിക്ക് ചിറകുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടാവും. അതെ അതെ. അപ്പോൾ പേര് തന്നെ വളരെ അവിടെ നിന്ന് തുടങ്ങിയാൽ തന്നെ വളരെ മനോഹരമാണ്. അതെ, ലേഡി വിത്ത് വിങ്സ്. ലേഡി വിത്ത് ദ വിങ്സ്. എല്ലാവർക്കും ആ ചിറകുകളുണ്ട്, പക്ഷേ നമ്മൾ കാണുന്നില്ല എന്ന് എനിക്ക് കഴിവതും ഒരു ലോ പ്രൊഫൈൽ ഇപ്പം പറഞ്ഞ ഒട്ടപ്പക്ഷി നടക്കുന്ന പോലെ നടക്കാനാണ് പലരും ഇഷ്ടപ്പെടുന്നത്. കാര്യം സമൂഹം അത് ആവശ്യപ്പെടുന്നു എന്നൊരു ചിന്ത. ആരുടെ പോയാൽ വേലിയോളം. അതുമല്ല, ഈ മാസം വരെയല്ലേ ഉള്ളൂ നിനക്ക് തൃശ്ശൂർ പണി? പിന്നെ സ്ഥിരം ഇവിടെ തന്നെ അല്ലേ? അതെ, എന്നാലും എന്തെന്നാലും അതെന്താ അങ്ങനെ പറഞ്ഞേ? കാര്യം പറഞ്ഞാലും പക്ഷെ ചിറകൊണ്ടൊന്നും അടിച്ച് പറക്കാതെ ചിറകൊണ്ടൊന്നും നമുക്ക് പോലും ഫീൽ ചെയ്യത്തില്ല. പക്ഷേ പലർക്കും വേണ്ടിയായിരിക്കാം നമ്മൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് പോകുന്നത്. അറ്റ്ലീസ്റ്റ് ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വി ഫീൽ ദാറ്റ് നോ, ഞാൻ ഇങ്ങനെ ഒരു സ്പീഷീസ് അല്ല, ഒരു ടെറസ്ട്രിയൽ ആനിമൽ അല്ല, ഐ ഷുഡ് ഫ്ലൈ എന്ന് തോന്നുന്ന ഒരവസ്ഥ. മേ ബി ദ ലേറ്റർ സ്റ്റേജ് ആണ് എല്ലാവർക്കും ചിന്തിക്കുന്ന സ്ത്രീകൾക്ക്, നമ്മുടെ ഇൻവേർഡിലേക്ക് ഒരു അവേക്കനിങ് ഉണ്ടാകുന്ന സ്ത്രീകൾക്ക് ഇതുണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിശ്ചയമായിട്ടും. അപ്പോൾ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. താങ്ക് യു സോ മച്ച്. ഒരുപാട് തലത്തിൽ അഭിനന്ദനങ്ങൾക്ക് അർഹയാണ്. ഒന്ന്, ഇതിൻ്റെ തീം തന്നെ നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഈ ചിറകുകൾ അരിഞ്ഞു പോവും. അതെ, ആരെങ്കിലുമൊക്കെ ട്രെയിൻ ചെയ്തെടുക്കും. പറക്കണ്ട എന്ന് വെച്ച് ചിലപ്പോൾ ചിറകുകൾ അരിയപ്പെട്ടവരുണ്ടാകാം. സ്വയം അതിനായിട്ട് നിന്ന് കൊടുക്കുന്നവരുമുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ സ്വയം റിയലൈസ് ചെയ്യാത്തവരുമുണ്ടാകാം. എനിക്ക് വളരെ അനന്തമായൊരു ആകാശം കൊണ്ട് എനിക്ക് പറക്കാൻ പറ്റും. എനിക്ക് ഈ മനോഹരമായിട്ടുള്ള ഈ അവസ്ഥകളിലൂടെ എനിക്ക് കടന്നു പോകാൻ പറ്റും. എനിക്ക് ഇതൊക്കെ ചെയ്യാൻ കഴിയും. ഓൾസോ ഐ ക്യാൻ ക്യാരി അതേഴ്സ്. എനിക്ക് എൻ്റെ ചിറകുകളിൽ I can carry others. And I can also definitely protect others with my wings. So ചിറകുകളുടെ എന്തൊക്കെയാണ് പർപ്പസസ് പലതാണ്. ഒന്ന്, സ്വപ്നങ്ങളിലൂടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള പറക്കൽ. ഒന്ന്, രണ്ട്, ഇതിൻ്റെ സംരക്ഷിക്കുക. പിന്നെ ക്യാരി ചെയ്യുക. എല്ലാ സ്ത്രീകളും വാസ്തവത്തിൽ ക്യാരി ചെയ്യുന്നുണ്ട്. ഒരുപാട് പേര്, അടുത്ത തലമുറകളെ, പേരൻസ്, ലൈഫ് പാർട്ട്നേഴ്സ്, അപ്പോൾ ഇതെല്ലാം ക്യാരി ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് വിങ്സ്, ലേഡി വിത്ത് വിങ്സ് പേര് തന്നെ വളരെ വളരെ മനോഹരമാണ്. അത് കൂടാതെ ഞാൻ ഒരു ലേഡി ബാലചന്ദ്രൻ മേനോൻ എന്നൊക്കെ ഉള്ളതില്ല, ഞാൻ കേട്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് പലരും അങ്ങനെ വിശേഷിപ്പിച്ചു. പക്ഷേ ഇന്ദിരാഗാന്ധി പറഞ്ഞ പോലെ, ഇന്ദിരാഗാന്ധിയോട് ഒരിക്കൽ ആരോ ചോദിച്ചു, യു ആർ ദി ഓൺലി മാൻ ഇൻ ദ ഗവൺമെൻറ്. അപ്പം പറഞ്ഞു, നോ, ഐ ഫീൽ ഇൻസൾട്ട്. ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് മോർ ദാൻ എ മാൻ. കാര്യം ഒരിപ്പം മെഡിക്കൽ സയൻസിൻ്റെ പിന്നെ എനിക്കറിയാമല്ലോ, ഒരു മെഡിക്കൽ സയൻസിൻ്റെ ഒരു പ്രീ ടൈം ബേബിയെ ബർത്ത് വരുവാണെങ്കിൽ ഡോക്ടേഴ്സ് ആദ്യം ചോദിക്കും, ബേബി ഓർ ഷീ ബേബി. പെൺകുട്ടിയാണെങ്കിൽ സർവൈവൽ ഈസ് മോർ. കാര്യം പ്രകൃതി അങ്ങനെ വെച്ചിരിക്കും. ലേഡി ബാലചന്ദ്രൻ എന്ന് പറഞ്ഞത് മലയാള സിനിമയിൽ അങ്ങനെ ചെയ്തില്ല. അങ്ങനെ എന്നോട് ഒരുപാട് പേര് റെഫർ ചെയ്ത്. ഐ ഫീൽ ഗുഡ്. പുരുഷനാണെന്നുള്ള നിലയിലല്ല ഞാൻ പറയുന്നത്, വ്യക്തി എന്നുള്ള നിലയിൽ. അതെ, ഐ ഫീൽ ഗുഡ്. അപ്പോ കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം, അഭിനയം, അങ്ങനെ എല്ലാ തലങ്ങളിലും കോസ്റ്റ്യൂം ചെയ്തു. പിന്നെ അതിൻ്റെ ലിറിക്സ്, ഈ 7 സോങ്ങിൻ്റെ ലിറിക്സ് വെസ്റ്റേൺ ആൻഡ് മലയാളം ലിറിക്സ് ഞാനാണ് ചെയ്തത്. എന്തോ അത് ആ സമയത്ത് ഒരു ഫ്ലോ പോലെ അങ്ങ് വന്നു. എപ്പോഴും അത് കിട്ടണമെന്നില്ല. നമ്മുടെ ക്രിയേറ്റിവിറ്റീസ് സംടൈംസ് ഉള്ളി ഇറ്റ് വിൽ ഫ്ലോ. ചിലപ്പം കുറച്ച് ദിവസത്തേക്ക് ഡോർമെൻ്റ് ആയിപ്പോകും. എനിവേ അങ്ങനെ കിട്ടിയത് എനിക്ക് യൂണിവേഴ്സിൻ്റെ ഒരു ബാക്കപ്പ് എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസം. പറക്കലാണല്ലോ. അതെ, അത് ശരിക്കും എൻ്റെ ജീവിതം കൊണ്ട് പേർജിങ് ഓഫ് ഇമോഷൻസ്, അല്ലെങ്കിൽ ഞാനിതൊരു പറക്കലാണ്.
എൻ്റെ ജീവിതം മീൻസ് നമ്മൾ ഒരേ പാറ്റേണിൽ പോയിക്കൊണ്ടിരിക്കുന്നു, സൊസൈറ്റിയെ സംതൃപ്തിപ്പെടുത്തിക്കൊണ്ട് ആ ഒരു ലെവലിലോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ജസ്റ്റ് യു ഫീൽ അറ്റ് എനി പോയിന്റ് നമുക്ക് തോന്നും ദിസ് ഈസ് നോട്ട് ഐ ആം സപ്പോസ് ടു. ഒരു സോഷ്യൽ ലൈഫിലേക്ക് പോകുമ്പോൾ എനിക്കറിയാമല്ലോ പിന്നെ ആ ഒരു ലൈഫ് ഇറ്റ്സ് ഡിഫറെൻറ്റ് ബിക്കോസ് യു ആർ ഫേസിങ് എവറി ഡേ. മറ്റുള്ളവരെ കാണുമ്പോൾ അവരുടെ പ്രശ്നങ്ങളാണ്. ഇന്നും യു ആർ കമ്മിങ് ആഫ്റ്റർ ഒരു വലിയ പ്രശ്നത്തിൽ അവരെ പോയി ആശ്വസിപ്പിച്ചിട്ടായിരിക്കുമല്ലോ വന്നത്. അപ്പം വി ഫീൽ സോ പ്രൗഡ്, അല്ലെങ്കിൽ ജീവിക്കുന്നു എന്നൊരു തോന്നൽ ആ മൊമെൻറ്റ്സിലാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ പൊളിറ്റിക്സിലല്ല അല്ലെങ്കിൽ പോലും എൻ്റേതായ കഥകളിലൂടെ ഞാൻ മറ്റുള്ളവർക്ക് ഇടപെടുമ്പോൾ മറ്റ് സ്ത്രീകളായിട്ട് ഞാൻ ഒത്തിരി സ്ത്രീകളായിട്ട് ഇടപെടുന്ന ആളാണ്. എസ്പെഷ്യലി എൻ്റെ ലെവലിൽ നിന്ന് കുറച്ചുകൂടെ താഴോട്ട് ഇറങ്ങിച്ചെല്ലാൻ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പം കുഞ്ഞുനാൾ മുതലേ ജോലിക്കാരുടെയും പറമ്പിലും ജോലിക്കാരുടെ ഇടയ്ക്ക് പോയി അവരുടെ പ്രശ്നങ്ങളിൽ ചെന്ന് ഇടപെടുകയും എനിക്ക് ആവും വിധം ഹെൽപ്പ്. അന്നൊക്കെ എനിക്ക് അത്രയും വലിയ ബോധ്യങ്ങളില്ല, എങ്കിലും അറിയാവുന്ന ബോധ്യങ്ങളിലൂടെ ഞാൻ അവരെ സഹായിക്കും. അപ്പോൾ ഒരു മനുഷ്യന്, ഒരു ഹ്യൂമൻ ബീയിങ്സിന് വേണ്ടി വേറെ ആൾ നിലനിൽക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് വേറൊരു ചാരിറ്റി ഇല്ല. ഈ ലൈഫിലും ബിന്ദു എന്ന കഥാപാത്രം പോകുന്നത് പിന്നെ ഒരു ചാരിറ്റി ലൈഫിലേക്കാണ്. കഴിക്കുക അങ്ങനെ പിന്നെ അവർക്ക് സാധാരണ ലൈഫിൽ നിന്ന്, അതാണ് സാധാരണ ടെറസ്ട്രിയൽ ലൈഫിൽ നിന്ന് മാറി പല മാനങ്ങളിലേക്ക് പറക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. തീർച്ചയായിട്ടും എല്ലാം ഒരുപാട് അനന്തമായ വിഹായസിലേക്കുള്ളൊരു പറക്കൽ കൂടിയാണ്. അപ്പോൾ ഒരുപാട് ഇത്തരത്തിലുള്ള സൃഷ്ടികൾ ഉണ്ടാകട്ടെ എന്ന് എനിക്ക് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. പിന്നെ സ്വയം തിരിച്ചറിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ പറഞ്ഞതുപോലെ നമുക്ക് കഴിയുമോ എന്നുള്ളൊരു സെൽഫ് ഡൗട്ട്. കാരണം പലത് ഇങ്ങനെയൊക്കെയല്ല, പെൺകുട്ടിയാണ് കേട്ടോ, പെൺകുട്ടിയാണ് എല്ലാ, എനിക്ക് തോന്നുന്നു അത് ഒത്തിരി മാറിയിട്ടുണ്ട്. ഇപ്പോഴത്തെ ജെൻസിയുടെ കുട്ടികളൊന്നും അത് ചിന്തിക്കുന്ന പോലുമില്ല. ഞാൻ ഓർക്കുന്നത് നമ്മളുടെ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ബറാക് ഒബാമയുടെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് ഒരു വളരെ അസാധ്യമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. ഒരു ബറാക് ഒബാമയെ പോലൊരാൾ അമേരിക്കയുടെ പ്രസിഡന്റ് ആവുക എന്നുള്ളത്. അപ്പോൾ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രൈമറീസ് എന്നാണല്ലോ വരിക. പ്രൈമറീസ് എന്നൊക്കെ തുടങ്ങുമ്പോൾ തന്നെ അവരുടെ സ്ലോഗൻ ഇതായിരുന്നു, യെസ് വി ക്യാൻ. അപ്പം അത് വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ വളരെ പ്രധാനപ്പെട്ടതാണ്. എനിക്ക് കഴിയും എന്നുള്ളത്. അപ്പോൾ ആത്മാഭിമാനത്തോടെയും പിന്നെ സ്വയം തിരിച്ചറിയുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. സ്വയം തിരിച്ചറിയൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കാര്യമായ കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ചിത്രം സ്ത്രീകൾക്ക് അത്തരത്തിൽ എനിക്കിങ്ങനെയൊക്കെ പറ്റും എന്നുള്ള ഒരു ചിന്തയിലേക്ക് നയിക്കാനും ബോധ്യങ്ങളിലേക്ക് എത്തിക്കാനും പ്രാപ്തമാകട്ടെ ആണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതെ, ഒരു സെൽഫ് റിലയൻ്റ് ആയിട്ടൊരു ലേഡി ആയിട്ട് പോലും അവളുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളിൽ ചെന്ന് പെട്ടു. നീ ബുദ്ധിമാനാടാ, ഒരു സെറ്റപ്പും ഒരു കുഞ്ഞും പുറത്തു. ഓരോ ചലഞ്ചസിൽ നിന്ന് യു ആർ ലേണിംഗ് സോ മെനി തിങ്സ് ഫ്രം ദി ചലഞ്ചസ്. നമ്മളൊന്നുകൂടെ സ്ട്രോങ് ആക്കുമല്ലേ. വെല്ലുവിളികളും ജീവിതത്തിന്റെ തിക്താനുഭവങ്ങളുമാണ് നമ്മളെ കരുത്തരാക്കുക. വളരെ സ്മൂത്തായിട്ടുള്ള യാത്രകളിൽ നമ്മൾക്ക് കരുത്തരാകുന്നതിനേക്കാൾ വെല്ലുവിളികളും തിക്താനുഭവങ്ങളാണ് തീർച്ചയായിട്ടും നമ്മൾ കരുത്തരാക്കുന്നത്. ഇതിലകത്തൊരു ക്രോയാണ് ഡെപ്യൂട്ട് ചെയ്തിരിക്കുന്ന ബിന്ദു എന്ന കഥാപാത്രം. പക്ഷേ അവൾ പിന്നെ ഒരു പരുന്തായി മാറുകയാണ്. പരുന്തിൻ്റെയും ഒരു സെക്കൻഡ് ബർത്താണ്. കാര്യം തൂവലെല്ലാം പൊഴിഞ്ഞു മരിച്ചു എന്നുള്ളൊരവസ്ഥ വരുമ്പോഴല്ലേ പുതിയ തൂവലുകൾ വരുന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ പല സ്റ്റേജുകളിലായിട്ട് വരികയും അതിനെ തരണം ചെയ്ത ഒരു സാമൂഹ്യ നന്മയ്ക്കായിട്ട് മാറുന്ന ഒരു സ്ത്രീ വ്യക്തിത്വമായി മാറുക എന്നാണ് ഇതിൻ്റെ തീം. എല്ലാ ആശംസകളും. ഒത്തിരി മനോഹരമായ, കേട്ടപ്പോൾ തന്നെ വളരെ വളരെ മനോഹരം. നാളെ തിയേറ്ററിൽ കൈരളി തിയേറ്ററിലുണ്ട്. താങ്ക് യു. അപ്പോൾ എല്ലാ ആശംസകളും ഒരുപാട് സ്ത്രീകൾക്ക് പ്രചോദനമാകട്ടെ. പ്രത്യേകിച്ചും ചലച്ചിത്ര മേഖലയിൽ ഇപ്പോൾ നമ്മൾ വനിതകൾക്ക് വേണ്ടിയിട്ടുള്ള അല്ല വനിതകളുടെ സിനിമകൾക്ക് സർക്കാർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു മുന്നോട്ട് വരിക എന്നുള്ളത്. ഇപ്പം നമ്മൾ പറയുന്ന പല കാര്യങ്ങളിലും സിനിമയ്ക്കുള്ളിലും സിനിമയ്ക്ക് പുറത്തെ സ്ത്രീകൾ ആണ് സിനിമയ്ക്കുള്ളിൽ നമ്മൾ ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അതോടൊപ്പം തന്നെ സിനിമയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീയുടെ സാന്നിധ്യം സിനിമയിൽ വർദ്ധിക്കുന്നതും ഒരുപാട്
തലത്തിൽ ഇറ്റ്സ് പക്ഷെ ഒരുപാട് ചാലഞ്ചസ് ഉണ്ട്. പിന്നെ നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളിലും പ്ലസ് ഓർ മൈനസ് നമുക്ക് കിട്ടില്ല. ഞാനിതിപ്പം ഈ ഒരു സിനിമ ഇവിടെ വരെ കൊണ്ടുവന്നപ്പോൾ നമ്മളൊരു സ്റ്റിൽ വി ആർ ഇൻ മാൻസ് വേൾഡ് എന്ന് എനിക്ക് തോന്നുന്ന പല മൊമെന്റ്സുകളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ഓരോ സ്റ്റേജ് നമ്മൾ ഓവർകം ചെയ്ത് വരാം, അല്ലെങ്കിൽ എപ്പോഴും വീണ് പോയേനെ. ഐ ജസ്റ്റ് ഓവർകം ദാറ്റ് സ്റ്റേജസ്. കാരണം പല സ്റ്റേജിലും ഒരു സ്ത്രീക്ക് ഇത്രയൊക്കെ മതി എന്ന് നമുക്ക് വരമ്പ് നിശ്ചയിക്കുന്ന കുറേ ആൾക്കാർ മുൻവിധികളുണ്ട്. പക്ഷേ ആ മുൻവിധികളെ അതെ അതെ അതെ. രണ്ട് രീതിയിലുണ്ട്. ഒന്ന് ഇത്രേ പറ്റുള്ളൂ കേട്ടോ, സ്വന്തമായിട്ട് ചെയ്യുന്നതാണോ എന്ന് സംശയം. അതെ അതെ അതെ. ഒരു കാര്യം ഇങ്ങനെയൊക്കെ എഴുതുമോ, ഇങ്ങനെ സംസാരിക്കുമോ, ഈ ആശയങ്ങളൊക്കെ സ്വന്തം ആശയങ്ങളാണോ എന്നൊക്കെയുള്ള തുടക്കകാലത്ത് ഇതൊക്കെ ചിലപ്പോൾ എല്ലാ സ്ത്രീകളും ഏത് ഫീൽഡാകട്ടെ നേരിടേണ്ടി വന്നേക്കാം. അപ്പൊ ആ മുൻവിധിയെ അതിജീവിക്കാൻ ഓരോ സ്ത്രീക്കും ഞാൻ എപ്പോഴും പറയും ഒരു അഡീഷണൽ എഫേർട്ട് നമുക്ക് ഇടേണ്ടി വരും. കാരണം ആ മുൻവിധിയെ അതിജീവിക്കാം. നമ്മുടെ ഉള്ളിലും ചിലപ്പോൾ ഈ മുൻവിധി ഉണ്ടാകും, അതിനെ അതിജീവിക്കാം. രണ്ടാമത്തെ കാര്യം നേരത്തെ പറഞ്ഞത്, ഇതൊരു മാൻസ് വേൾഡ് ആണെന്നല്ലേ, ഒരു ഇൻവിസിബിൾ വിമൻ എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. അതിൽ പറയുന്നുണ്ട് ഈവൻ എ കിച്ചൺ ഇറ്റ്സ് ഡിസൈൻഡ് ബൈ മാൻ നോട്ട് ബൈ വുമൻ. അപ്പൊ അതിന്റെ ഹൈറ്റ് ഒക്കെ നമ്മൾ നോക്കിയാലും വ്യത്യാസം ഉണ്ടാവും. ഈവൻ ദ ബസ്സസ്, ഈവൻ ദ പബ്ലിക് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് all are designed by man, not by women. But now things are getting changed. ഇപ്പോൾ കാര്യങ്ങൾ ചേഞ്ച് ചെയ്യപ്പെടുന്നുണ്ട്. ഒരു ബാഗ് തന്നെ നമ്മൾ യാത്രയിൽ കരുതുന്ന ഒരു ബാഗില്ലേ, അത് തന്നെ ഒരു സ്ത്രീ സൗഹൃദമാണോ? അപ്പൊ സോ വി ലീവ് ഇൻ എ വേൾഡ് വിച്ച് ഇസ് ഡിസൈൻഡ് ബൈ മാൻ. അവരുടെ ഡെഫിനിഷനിലൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അത് വളരെ മനോഹരമായ ഒരു ബുക്കാണ്. ഇൻവിസിബിൾ അദൃശ്യയായ സ്ത്രീ സംബന്ധിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഒത്തിരി വ്യത്യാസമല്ലേ, ഇപ്പൊ എല്ലാ മേഖലയിലും സ്ത്രീകളുണ്ട്. അപ്പം ഇപ്പൊ നമ്മളുടെ ഇപ്പൊ ബസ്സുകളുടെ ഒക്കെ തന്നെയാണെങ്കിലും ശരി, അപ്പൊ പണ്ടൊക്കെ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളൊരു സ്റ്റെപ്പ് കാലെടുത്ത് വെച്ച് കയറുക എന്ന് പറയാൻ ഇപ്പോഴും അങ്ങനെയുള്ള ബസ്സുകളുണ്ട്. പക്ഷെ ലോ ഫ്ലോർ ബസ്സൊക്കെ ആയപ്പോൾ വ്യത്യാസങ്ങളുണ്ട്. ഞാനത് സാന്ദർഭികമായിട്ട് എല്ലാ ആശംസകളും. താങ്ക് യു സോ മച്ച്. എല്ലാ ഇനിയും നാളെ തിയേറ്ററിൽ എത്തണം, കാണണം. പിന്നെ കൺഗ്രാറ്റുലേഷൻസ് ലേഡി വിത്ത് വിങ്സ്. താങ്ക് യു സോ മച്ച്.